നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. കഴിഞ്ഞ വീഡിയോകളിൽ നാം സംസാരിച്ചു കൊണ്ടിരുന്നത് ജീവിത വിജയത്തിൻ്റെ 12 നിയമങ്ങളിൽ ഓരോ നിയമങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ലോ ഓഫ് ഇൻറ്റൻഷൻ സംസാരിച്ചു, ലോ ഓഫ് ഫോക്കസ് സംസാരിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ലോ ഓഫ് മൊമെൻറ്റം ആണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഫിസിക്സിൽ പഠിച്ച ഒന്നാണ് ലോ ഓഫ് മൊമെന്റം പ്രിൻസിപ്പൾ എന്നത്. ഒരു വസ്തുവിന്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ആവേഗത്തിന്റെ മാറ്റത്തിന് തുല്യമാണ് എന്നാണ്. നമ്മൾ അതിന്റെ സമവാക്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. P=mv എന്നൊക്കെ കുറെ സമവാക്യങ്ങളൊക്കെ പഠിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ശക്തി എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ആവേഗത്തിന് തുല്യമാണ് എന്നാണ് ലോ ഓഫ് മൊമെന്റം ആക്കം നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ഈ ജീവിത വിജയത്തിലേക്കുള്ള യാത്രയിലും നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ എത്രമാത്രം ശക്തി ഉപയോഗിച്ചുകൊണ്ടാണോ, എത്രമാത്രം കരുത്തോട് കൂടിയിട്ടാണോ നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിൽ മുഴുകുന്നത്, നമ്മുടെ ആക്ഷനിൽ മുഴുകുന്നത്, നമ്മുടെ ജീവിത വിജയത്തെ ആക്കം കൂട്ടുമെന്നാണ്. ജീവിത വിജയത്തിൽ നാം ഈ ആക്കം നിയമത്തെ, മൊമെന്റം പ്രിൻസിപ്പിളിനെ അപ്ലൈ ചെയ്യുമ്പോൾ നാം പഠിക്കേണ്ടത്, ഈ നിയമപ്രകാരം നമ്മുടെ പ്രവർത്തനത്തിൽ അതിന്റെ ടെമ്പോ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ഒരു പ്രത്യേക സ്റ്റഡി റേറ്റിൽ നാം നമ്മുടെ ചലനത്തെ പ്രവർത്തിച്ചു തുടങ്ങുകയും പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ നിയമം നമ്മളിൽ ഡെവലപ്പായി വരുന്നത്. ഇതിനർത്ഥം നമ്മൾ ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തിയായി മാറണമെന്നാണ്. നമ്മൾ ഒരു ആക്ഷൻ ഓറിയന്റഡ് വ്യക്തിയായി മാറുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഈ മൊമെന്റം പ്രിൻസിപ്പിൾ ആക്റ്റീവായി എന്നതാണ് അർത്ഥം. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം വരുന്നത്. അതിലൂടെ നാം പ്രവർത്തിക്കുന്ന തോതനുസരിച്ചുള്ള ഒരു എനർജിയും നമ്മുടെ ജീവിത സക്സസിലേക്ക് നീങ്ങാനുള്ള ഊർജവുമൊക്കെ ലഭിക്കുന്നു. അങ്ങനെ നാം ഒരു ആക്ഷൻ ഓറിയന്റഡ് വ്യക്തിയാകുകയും അതിനനുസൃതമായിട്ടുള്ള ഊർജം നാം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ, അതിലൂടെ നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ എഫക്റ്റീവായി ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഫാസ്റ്ററായി നാം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ലഭിക്കുകയും കൂടുതൽ അറിവുകൾ നാം നേടുകയും ചെയ്യുന്നു. അങ്ങനെ നാം ഫാസ്റ്ററായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കോമ്പിറ്റന്റ് ആകുകയും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കൂടുതൽ കാപ്പബിൾ ആകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ ജീവിതത്തെ ഒരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് നാം കൊണ്ടുവരണം. മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കെ നമുക്ക് കാര്യങ്ങളെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയണം. നമുക്കറിയാം, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നാം എല്ലാ സമയത്തും പറയാറുള്ള ഒന്ന് നമ്മുടെ വേഗത കൂട്ടുക എന്നതാണ്. നാം സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേഗതയിൽ നിന്ന് അല്പം കൂടി കൂടുതൽ വേഗത കൂട്ടുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരുന്നു. നമ്മൾ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫ് എസ്റ്റീമും സെൽഫ് പ്രൈഡും സെൽഫ് കോൺഫിഡൻസും എല്ലാം അതിലൂടെ നമുക്ക് കൂടുതൽ ലഭിക്കുന്നു. നമുക്ക് നമ്മോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്നു. നാം എവിടെയെങ്കിലും സ്റ്റോപ്പ് ആകുകയോ എവിടെയെങ്കിലും അമാന്തിച്ചു നിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് നാം നമ്മളോട് തന്നെ പോസിറ്റീവായി നമ്മളോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കണം. എനിക്കിത് കഴിയും, എനിക്ക് വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തുടങ്ങുന്നു, ഈ മൂമെന്റിൽ ഞാൻ ആരംഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിച്ചിരിക്കാതെ ആ പ്രവർത്തനത്തിൽ ആ നിമിഷം നമ്മൾ ആരംഭിക്കുകയും ഫ്രം ദാറ്റ് മൂമെന്റ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയും നമുക്ക് പെട്ടെന്ന് തീർക്കണം എന്നതുകൊണ്ട് നാം നമ്മോട് തന്നെ പറയുന്നു, ഈ നിമിഷം തന്നെ പ്രവർത്തിച്ചു തുടങ്ങണമെന്ന്. എൻ്റെ മുന്നിൽ അധികം സമയമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് കരഗതമാക്കണം എന്ന ഒരു ചിന്ത നമ്മൾക്കുള്ളിൽ വരികയും നമ്മളൊരു ഫാസ്റ്റർ ആയിക്കൊണ്ട്, ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയ പേഴ്സൺ ആയിക്കൊണ്ട് നാം ആ നിമിഷം തന്നെ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. നമ്മൾ നമ്മളോട് തന്നെ പറയുന്നു, എനിക്കിത് പൂർത്തിയാക്കണം, അങ്ങനെ പൂർത്തിയാക്കണമെങ്കിൽ ഞാൻ ഒരു നിമിഷം കളയാതെ ഈ നിമിഷം തന്നെ പ്രവർത്തിച്ചു തുടങ്ങണം എന്ന്. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഫോക്കസും നമ്മുടെ ശ്രദ്ധയും ഒക്കെ മാറി തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് തുടരെ പറഞ്ഞുകൊണ്ടിരിക്കും, ബാക്ക് ടു വർക്ക്, പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോകണം, എൻ്റെ ജോലിയിലേക്ക് തിരിച്ചു പോകണം, എനിക്ക് ചെയ്യാനുള്ളത് അവിടെ ബാക്കിയുണ്ട്, ആ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തീർത്തേ മതിയാകൂ എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ പറയുന്ന ഒരവസ്ഥ ഇതുമൂലം ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ അതിലൂടെ നമുക്കൊരു റെപ്യൂട്ടേഷൻ ലഭിക്കുന്നു.
നമ്മളെല്ലാം ചെയ്തു തീർക്കുന്നത് വളരെ സ്പീഡി ആയിട്ടാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു എന്ന്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ആളുകളെ നമ്മുടെ ജോലി സ്ഥലത്തായാലും നമ്മുടെ മറ്റു മേഖലയിലാണ് എങ്കിൽ പോലും കൂടുതൽ പരിഗണിക്കപ്പെടുന്നു. ആ പരിഗണന നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഏറ്റവും സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, അമാന്തിച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ ഏറ്റവും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയും ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലോ. നമ്മൾ പരിപൂർണമാകുന്നതിന് വേണ്ടി, പെർഫെക്റ്റ് ആകുന്നതിന് വേണ്ടി, നാം ഈ മേഖലയിൽ തിളങ്ങുന്നതിന് വേണ്ടി നാം കൂടുതൽ പ്രാക്ടീസുകൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്ത് ജോലിയാണോ നാം ചെയ്തുകൊണ്ടിരുന്നത്, ചെയ്യാൻ പോകുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ജോലിയിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇതിന് മുന്നേ ഇല്ലാത്ത വിധം ഫാസ്റ്ററായി മുന്നോട്ട് പോകുന്ന, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി നാം മാറണം. അതിനുവേണ്ടി നാം സ്റ്റാർട്ട് സ്മാൾ, ചെറിയ ടിനിയായിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങുകയും എത്രയും പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ മൊമെന്റം ആക്കം കൂട്ടി കൊണ്ടുവരികയും ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് എ ഷെഡ്യൂൾ. നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും ഏതൊക്കെ രീതിയിൽ നാം പ്രവർത്തിക്കണമെന്ന കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ ഈ മൊമെന്റത്തെ, അതിലൂടെ ഈ വേഗതയെ നാം കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രോഗ്രസിനെ ട്രാക്ക് ചെയ്യുകയും ഏതൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് എൻ്റെ ജീവിതത്തിൽ വന്നത് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് മോട്ടീവായിക്കൊണ്ടും ഫോക്കസ് ആയിക്കൊണ്ടും ആ വിഷയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടും നാം ഈ ലോ ഓഫ് മൊമെന്റമിനെ നമ്മുടെ ജീവിതത്തിൽ ശക്തിപ്പെടുത്തി കൊണ്ടുവരിക. നമ്മുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുന്ന ഒബ്സ്റ്റക്കിൾസ്, അവയെയെല്ലാം നാം എലിമിനേറ്റ് ചെയ്യുകയും അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യുക. നമ്മുടെ പ്രവർത്തനത്തിനെ സ്ലോ ആക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണോ അതിനെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു സ്പീഡി ആയിട്ടുള്ള മൊമെന്റം നാം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആ ആക്കം, ആ വേഗത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെറിയ അച്ചീവ്മെന്റുകളെ നാം തിരിച്ചറിയുകയും അതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ വേഗത കൂടിയ എല്ലാ കാര്യത്തിനോടും പെട്ടെന്ന് സമീപിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്വഭാവം, ആ ഒരു പ്രിൻസിപ്പൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ജീവിത വിജയത്തിലെ ആ 12 നിയമങ്ങളിൽ 4ാമത്തെ നിയമവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.